അപ്പോ എത്രമാത്രം ഈ കലിക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതം പറയുന്നു. എന്താണ് കലി എന്ന് പറഞ്ഞാൽ? കലി എന്ന് പറഞ്ഞാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതൊക്കെ കലിയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നോ അതൊക്കെ കലിയാണ്. കലി പിടികൂടി പറയാണ്. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകണം എന്ന് പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നളൻ എന്ന് പറയുന്ന രാജാവ് സന്ധ്യയ്ക്ക് സന്ധ്യാവനം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുമ്പോൾ കാലിന്റെ മടമ്പ് ഭാവം വിട്ടുപോയി എന്നാണ്. ആ സ്ഥലത്ത് കൂടെ കലി കയറിക്കൂടിയെന്നാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ഒട്ടും കുളിക്കാത്ത നമ്മുടെ ഏതൊക്കെ ഭാഗത്തുകൂടെ കലി കയറണം? ആലോചിച്ച് നോക്കൂ. ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് ഉള്ള വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ തോന്നണ്ടേ ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് കലി എന്ന് പറയുന്നത്. മനസ്സിന്റെ ശാന്തിയെ, സ്വസ്ഥതയെ കളയുന്നതൊക്കെ കലി തന്നെയാണ്. അങ്ങനെ കലിക്ക് സ്ഥാനം കൊടുത്തു. പിന്നീട് രാജാവ് തിരിച്ചു പോന്നു. കാലം മുന്നോട്ട് പോണു. ഒരിക്കൽ മൃഗയാ വിനോദത്തിന് വേണ്ടി അദ്ദേഹം കാട്ടിലേക്ക് പോണു. അങ്ങനെ മൃഗയാ വിനോദമൊക്കെ ചെയ്ത് തളർന്ന് പരവശനായി അവശനായിട്ട് നിൽക്കുമ്പോൾ രാജാവിന് ദാഹം അനുഭവപ്പെട്ടു. എവിടെയാവും ഇത്തിരി വെള്ളം കിട്ടുക എന്ന്. അപ്പോൾ തൊട്ടടുത്തൊരു പുഴയുണ്ടായിട്ടും രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കുറച്ച് ദൂരേക്ക് നോക്കിയപ്പോണ്ട് ഒരു ആശ്രമം, പർണശാല കാണുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോണ്ട് ഒരു മഹർഷി താടിയും മുടിയൊക്കെ നീട്ടിക്കൊണ്ട് ജടാധാരിയായിട്ട് കണ്ണടച്ച് തപോവൃത്തിയിലിരിക്കണം. അപ്പം മനസ്സിലായി ആശ്രമത്തിൽ എന്തായാലും വെള്ളം കിട്ടാണ്ടിരിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ കണ്ണ് ഉണരും ചെയ്യും. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് ഇത്തിരി വിശ്രമിക്കാന്നൊക്കെ കരുതി അവിടെ ചെല്ലണു. ആ മഹാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ അഭിമന്യുപുത്രനായ പരീക്ഷിത് രാജാവാണ്, ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം തരുമോ അവിടെ നിന്ന്. ഇത് പറഞ്ഞപ്പോ രാജാവ് കരുതി ഇദ്ദേഹം കേട്ടിട്ട് മനപൂർവ്വം കണ്ടു തുറക്കാതിരിക്കുകയാണെന്ന്. എന്നാൽ ആ മഹാത്മാവ് അത് കേട്ടിട്ടില്ലേ പറയാ. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ പരീക്ഷിത് ചക്രവർത്തിയാണ്, ഈ ഭൂമിയുടെ ചക്രവർത്തിയാണ്, ദാഹിച്ചു വന്നിരിക്കുകയാണ്, വെള്ളം വേണമെന്ന്. അപ്പോഴും ആ മഹാത്മാവ് കേട്ടില്ല. പരീക്ഷിത് രാജാവിന് തോന്നി, എന്നെ അപമാനിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൂട്ടിയാള് കണ്ണടച്ചിരിക്കുകയാണ്, ഞാൻ പരീക്ഷിത് രാജാവിനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന ധിക്കാരമാണ് ഇയാൾ കണ്ണടച്ചിരിക്കുന്നത്. ഒന്നുകൂടി ചോദിച്ചപ്പോ അപ്പോഴും കണ്ണു തുറക്കാതെ വന്നപ്പോ ആ കലി കോപരൂപത്തിലൂടെ പ്രകടമായി എന്നാണ്. കോപം വന്നത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോ കാണുന്നത് എങ്ങനെങ്കിലും ഇയാളിന്ന് ദ്രോഹിക്കണം. ആ ചിന്ത വന്നപ്പോ തൊട്ടടുത്ത് കിടക്കുന്നു, ചത്തളിഞ്ഞു കിടക്കുന്ന ഒരു പാമ്പിന്റെ ജഡം തന്റെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്തിട്ട് അതിനെ കഴുത്തിലേക്കിട്ട് ആ രാജാവ് ശപിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഇതുപോലെ നീ ഒരു ശവമാവട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ധിക്കാരപൂർവ്വം അവിടെ നിന്നും ഇറങ്ങുന്നത് ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിയുടെ പുത്രൻ കണ്ടു. അത് കണ്ടതും സഹിച്ചില്ല ആ കുട്ടിക്ക്. അവിടെ വെച്ച് ഉച്ചത്തിൽ അലറിയിട്ട് പറഞ്ഞു, ധർമ്മജ്ഞനായിട്ടിരിക്കുന്ന രാജാവ് ഇത്രയും അധർമ്മം ചെയ്ത് നന്ദികേട് കാണിച്ച് ഞങ്ങൾക്കൊക്കെ സംരക്ഷണം തരേണ്ടവൻ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ആദരിക്കേണ്ടവൻ അനാദരവ് കാണിച്ച് തന്റെ പിതാവിനെ നിന്ദിച്ചിരിക്കുന്നു. നീ അല്പം പോലും കരുണ അർഹിക്കുന്നില്ല, നിനക്ക് കാരുണ്യം അർഹിക്കുന്നില്ല, നീ ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി അതാ അടുത്തുണ്ടായിരുന്ന നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് തീർത്ഥം കയ്യിലെടുത്ത് രാജാവിനെ ശപിക്കാനായിട്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉച്ചത്തിൽ അലറി, ഒരിക്കലും കരുണയും നീതിയും കാരുണ്യവും അർഹിക്കാത്ത, ദയയും അർഹിക്കാത്ത രാജൻ, നിന്നെ ഞാനിതാ ശപിക്കുന്നു. ഏതൊരു പാമ്പിന്റെ ജഡമാണോ എന്റെ പിതാവിന്റെ കഴുത്തിലേക്കിട്ട് നീ അപമാനിച്ചത്, ആ പാമ്പുകളുടെ രാജനായിരിക്കുന്ന തക്ഷകൻ 7ാമത്തെ ദിവസം കടിച്ച് നീ മൃത്യുവിലേക്ക് കടക്കട്ടെ, നിനക്ക് മൃത്യു സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ്. കുട്ടി അതും കഴിഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുത്തെത്തി ആ ജഡമായിരിക്കുന്ന ശരീരത്തെ തട്ടിമാറ്റി. എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞപ്പോ ആ പിതാവ് കണ്ണു തുറന്നു. എന്തിനാ ഉണ്ണി നീ ഇങ്ങനെ കരയുന്നത് എന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ, ചക്രവർത്തിയാണത്രേ, ധർമ്മജ്ഞനാണത്രേ, പ്രജകളെ പാലിക്കുന്നവനാണത്രേ, നമുക്ക് സംരക്ഷണം തരുന്നവനാണത്രേ, ഇത്രയും നന്ദിയേട് കാണിക്കരുതായിരുന്നു, ഞാൻ ശപിച്ചുപോയി അച്ഛാന്ന്. അത് കേട്ടപ്പോ ആ പുത്രന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കഷ്ടമെന്റെ ഉണ്ണി, ആ രാജാവിന്റെ ഭരണത്തിൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ധ്യാനം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കള്ളന്മാരും കാട്ടാളന്മാരാണ് ഭരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും സാധിക്കുമായിരുന്നില്ല. കഷ്ടം, നീ രാജാവിനെ ശപിച്ചുവല്ലോ. ശാപമായിരുന്നില്ല നീ കൊടുക്കേണ്ടത്, ദാഹവെള്ളമായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. ആ ബുദ്ധി നിനക്ക് ഇല്ലാതെയായി പോയല്ലോ.
കഷ്ടം കഷ്ടം, നിന്നോട് ഈശ്വരൻ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ പുത്രൻ ചെയ്ത പ്രവൃത്തിയെ തെറ്റായി കാണുന്ന ഒരു മഹാത്മാവിന് ഇവിടെ കാണിച്ചു തരികയാണ്. രാജാവ് ചെയ്തതിന് അദ്ദേഹത്തിന് തെറ്റായി തോന്നിയില്ല എന്നാണ്. ആ വികാര വിക്ഷോഭത്തിൽ അങ്ങനെ ചെയ്തു അദ്ദേഹം. പക്ഷെ നീയും അങ്ങനെ പെരുമാറാൻ പാടുമെന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്. ഒരാൾ നമ്മളോട് വികാര വിക്ഷോഭത്തിൽ പെരുമാറുമ്പോൾ നമ്മളും അതുപോലെ തന്നെ പെരുമാറുന്നുവെങ്കിൽ നമ്മളും പിന്നെ മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു പട്ടിയുടെ നേരെ കുരയ്ക്കുമ്പോൾ തിരിച്ചു കുരച്ചു എന്ന് വരും. മനുഷ്യനും അതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെയാണ് ഗാന്ധിജി മഹാനായി തീർന്നത് എത്രയാണ്. ബൈബിളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെ ഇടത്തെ ചെവിയിൽ ഒന്ന് കിട്ടിയാൽ വലത്തെ ചെവിയിൽ ഒന്ന് കൊടുക്കണമെന്ന്. അത് പ്രാക്ടീസ് ചെയ്ത രണ്ട് വ്യക്തികളെ ലോകത്തിലുള്ളൂ, ഒന്ന് ജീസസും ഒന്ന് ഗാന്ധിജിയും. വേറെ ഒരു ക്രിസ്ത്യാനിക്ക് അത് സാധിച്ചിട്ടില്ല എന്നാണ്. ഒരു ബ്രിട്ടീഷുകാരൻ മുഖത്തടിച്ചപ്പോ തിരിച്ചു മുഖം കാണിച്ചു കൊടുത്തപ്പോ ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സഹോദര, നീ എന്റെ ഇടത്തെ ചെവിയിൽ ഒന്ന് തല്ലൂന്ന്. ആ ബ്രിട്ടീഷുകാരൻ അപ്പൊ തലചുറ്റി. ഇത് പള്ളിയിൽ വെച്ച് ഞാൻ പറയുന്ന പ്രസ്താവനയാണ്, പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ല പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ആ നിമിഷം ഗാന്ധിജിയുടെ കാൽക്കൽ പൊട്ട് നമസ്കരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ചിത്രം നമ്മുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ബ്രിട്ടീഷുകാരന് മനസ്സിലായത് ഈ പ്രസ്താവനകളൊന്നും ഞായറാഴ്ച പോയി പറയാനുള്ളതല്ല, അത് നിത്യവും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളതാണെന്ന്. അങ്ങനെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ജീവിതത്തിൽ വരുത്തിയവരാണ് മഹാത്മാക്കൾ എന്നാണ്. അപ്പോൾ നമ്മൾ മൃഗങ്ങളെപ്പോലെ പെരുമാറരുത്. ഒരാൾ ദേഷ്യപ്പെടട്ടെ, തിരിച്ച് നമ്മൾ എന്തിനു ദേഷ്യപ്പെടണം? ഒരാൾ നമ്മളോട് വിദ്വേഷം കാണിക്കട്ടെ, തിരിച്ച് നമ്മൾ എന്തിനു ചെയ്യണം? പക്ഷെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിലേക്കൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ മുക്തരാവണമെങ്കിൽ ഭാഗവതത്തിൽ ഒരു ഭിക്ഷുവിന്റെ കഥ പറയും മനോഹരമായിട്ട്. ഒരു ബ്രാഹ്മണൻ പിശുക്കനായിട്ട് ജീവിച്ച് ഭാര്യയെയും മക്കളെയൊക്കെ ദ്രോഹിച്ച് അത്രയും വേദന കൊടുക്കാവുന്നിടത്തോളം വേദന കൊടുത്ത് ദ്രോഹിച്ച് അവസാനം ഭാര്യയാലും മക്കളാലും വീട്ടിൽ നിന്ന് ഇറക്കി അടിപുറത്താക്കിയപ്പോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. അങ്ങനെ അദ്ദേഹം പരിവർത്തനം വന്ന ഒരു ഭിക്ഷുവായി തീർന്നു, മഹാത്മാവായി തീർന്നു, സന്യാസി വര്യനായി തീർന്നു. അങ്ങനെ അദ്ദേഹം കമണ്ഡലവും ഒരു വടിയുമായിട്ട് നടക്കുന്ന കാലം ഒരിക്കൽ എവിടെയോ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇയാൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മരത്തോട് ചേർത്ത് കെട്ടി അടിച്ചു. ഇയാളെ പ്രായം 10-70 വയസ്സ്. ആലോചിച്ചൊക്കെ അയാൾ അടിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത്. അയാളുടെ വടികൊണ്ട് തന്നെ കൊടുത്തു കുറേ എണ്ണം. എന്നിട്ട് അയാൾ കൊണ്ടു നടക്കുന്ന കമണ്ഡലയിലും മൂത്രവും മലവും മാറ്റി വെച്ചു. അങ്ങനെയൊക്കെ ദ്രോഹിച്ചു, ശരീരത്തിലൊക്കെ താടനവും പീഡനവും ഒക്കെ ചെയ്ത് അങ്ങേയറ്റം വേദനിപ്പിച്ചപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹം നിന്നു എന്നാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചില്ലേ ആളുകൾ, കള്ളനാണെന്ന് പറഞ്ഞ് തല്ലിയില്ലേ, എന്നിട്ട് എന്താ അങ്ങ് കരയാത്തത്, അങ്ങ് ദുഃഖിക്കാത്തത്, അവരെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന്. ഉടനെ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും. നായം ജനോമേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗൃഹകർമ്മകാല. ഞാൻ വായിക്കുന്നത് 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ ആദ്യത്തെ ആ ഭാഗത്തിൽ ഭിക്ഷുഗീത എന്ന് പറയുന്ന ഭിക്ഷു ഉവാച എന്നൊരു ഭാഗമുണ്ട്. ആ ഭിക്ഷു പറയുന്ന ആദ്യത്തെ ശ്ലോകമാണത്. നായം ജനോമേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത്. ഈ ജനങ്ങളോ ഗ്രഹങ്ങളോ കാലങ്ങളോ ഈശ്വരനോ എന്റെ കർമ്മമോ എന്റെ വിധിയോ ഒന്നുമല്ല എന്റെ ദുഃഖത്തിന് ഹേതു കാരണം. പിന്നെയോ മനഃപരം കാരണമാമനന്തി, എന്റെ മനസ്സ് തന്നെയാണ് എന്റെ ദുഃഖത്തിന് കാരണം. മനസ്സാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ കേടുവരുത്താൻ തയ്യാറില്ല. എന്റെ മനസ്സിനെ ഞാനൊരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്റെ മനസ്സിനെ ഞാനൊരിക്കലും താളം തെറ്റിക്കില്ല. എന്റെ മനസ്സിന്റെ നിയന്ത്രണം മുഴുവൻ എന്റെ കൈകളിൽ ഞാൻ വെച്ചിരിക്കുന്നു. ആരെന്തു പറഞ്ഞാലും ഏത് രീതിയിൽ എന്റെ മനസ്സ് പ്രതികരിക്കണമെന്നത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിന്റെ താളത്തെ തെറ്റിക്കാതെ നിയന്ത്രിച്ചു വെച്ച ഒരു മഹാത്മാവാണ് ഭിക്ഷു എന്ന് പറയുകയാണ്. ഞാനും നിങ്ങളും അത്തരത്തിൽ വളരാത്തതുകൊണ്ടും ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം ഞാനും നിങ്ങളും ഒരു മൃഗത്തെ പോലെ പലപ്പോഴും പെരുമാറിപ്പോകുന്നത് പറയാണ്. ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും പ്രതികരിച്ചു പോകുന്നതും ഇങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ട് പ്രതികരിച്ചു പോകുന്നത് നിയന്ത്രണമില്ലാത്തവരായി തീരുന്നത് അതുകൊണ്ടായിരിക്കാം.
ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിദ്യാലയത്തിൽ ഈ ഭാഗവതമൊക്കെ നേരത്തെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇത്ര നല്ല സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ളൊരു സമൂഹം ലോകത്തിലെവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, പാർലമെന്റിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ ആദ്യം എടുത്ത് വലിച്ചെറിയുന്ന മൈക്കാണ്, പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾ. പിന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി ചെന്ന് 4 തെറി, പിന്നെ അത് കഴിഞ്ഞ് ഫയലെടുത്തിട്ട് കയറ്. ഒരു ദിവസം 5000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ ജനതയുടെ ടാക്സാണ് അനുഭവിക്കുന്നതെന്നും ഞങ്ങൾ വന്നിരിക്കുന്നത് ജനങ്ങളുടെ കർത്തവ്യത്തിനാണെന്നുള്ള ബോധം മറന്നുകൊണ്ട് നിസ്സാരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നത് കാണുന്നില്ലേ നമ്മൾ? രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനേ നേതാക്കന്മാർക്ക് സമയമുള്ളൂ. ജനങ്ങളുടെ പ്രതിനിധിയാണത്രേ. എങ്ങനെയാ പിന്നെ ഈ ലോകം നേരെയാവുക? എന്തുകൊണ്ടാണ്? ഈ ഒരു സംസ്കാരം ചെറുപ്പത്തിലേ ഇല്ലാത്തതുകൊണ്ട്. ഒരു ആത്മീയ സംസ്കാരം ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ ആ ഭിക്ഷുവിനെ പോലെ നമ്മളൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും നമ്മളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പ്രിയാണ്. അങ്ങനെയൊരു നേതാക്കന്മാരൊക്കെ നമുക്ക് ഇന്ന് വളരെ വളരെ നേതൃത്വം തരുന്നവർ രാഷ്ട്രീയത്തിൽ കുറഞ്ഞുകൊണ്ടായിരിക്കാം പ്രജകളുടെ ക്ഷേമത്തേക്കാൾ വലുത് അവനവന്റെ ക്ഷേമമാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധി എന്ന് അവരെ പേരിട്ടിരിക്കുന്നത്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്കൃത വാക്കുകളുണ്ടല്ലോ, വളരെ ഭംഗിയുള്ള വാക്കുകളാണ്. നേതാക്കന്മാർക്കൊക്കെ പറ്റിയ പേരാണ് ഈ ജനപ്രതിനിധി എന്ന് വെച്ചാൽ ആദ്യം മന്ത്രിയാവണമെങ്കിൽ ജനങ്ങളെ കുറച്ചൊക്കെ നോക്കണം, ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് ജനം. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെയൊക്കെ വോട്ട് കിട്ടിയ MLA ആവാം, MP ആവാം, അല്ലെങ്കിൽ മന്ത്രിയാവും. പിന്നെ അവരുടെ ശ്രദ്ധ ജനങ്ങളാവില്ല, നിധിയിലാവും. എന്നുവെച്ചാൽ പണം ഉണ്ടാക്കുന്ന കാര്യത്തിലാവും. എങ്ങനെയൊക്കെയാ പണം എടുക്കേണ്ടത്, പണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. കുറെ കഴിഞ്ഞ് നിധിയിൽ മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം പ്രതികളായി, പിന്നെ ജയിലിൽ പോകുന്ന നേതാക്കന്മാരെ. അങ്ങനെയാണ് ജനപ്രതിനിധി ഇത് 3 കൂടി ചേർന്നാൽ അവർ ശരിയെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിത്തീർന്നു പറയാണ്. ഏതായാലും പരീക്ഷത്ത് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് കുറ്റബോധമായി. ഞാൻ പാമ്പിനെ കഴുത്തിലിട്ടിട്ടും ആ മഹാത്മാവൊന്ന് കണ്ണു തുറന്നു നോക്കിയില്ലല്ലോ. ഒരുപക്ഷെ അദ്ദേഹം സത്യസന്ധനായൊരു സന്യാസിവര്യനാണെങ്കിലോ, ഞാൻ ചെയ്തത് പാപമല്ലേ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, എന്തിനാ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ എനിക്ക് തോന്നിയത്? ഈശ്വര എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ചെയ്തത് അപരാധമാണ്, എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് കടുത്ത ശിക്ഷ തന്ന് എന്നെ പരീക്ഷിച്ചോളൂ ഭഗവാനെ. ഏത് ശിക്ഷ തന്നാലാണോ ഇനിയും ഇതുപോലെ തെറ്റ് ഞാൻ ആവർത്തിക്കാതിരിക്കുക, അങ്ങനൊരു ശിക്ഷ എനിക്ക് തരൂ എന്ന് പ്രാർത്ഥിച്ച ഒരു മഹാത്മാവാണ് പരീക്ഷിത്ത് രാജാവ്. സാധാരണ ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അമ്പലത്തിൽ പോയി 10 രൂപ ഒഴിഞ്ഞിടും. ഭഗവാനെ ഒരു കുരുത്തക്കേട് ചെയ്തു, സാരല്ലേ, ക്ഷമിച്ചേക്കും, മറന്നേക്കുമെന്ന് 10 രൂപയിൽ നമ്മുടെ കോംപ്രമൈസ് ചെയ്യാൻ പറയും. എന്നാൽ ആ പരീക്ഷിത്ത് രാജാവ് താൻ ചെയ്ത തെറ്റിന് ശിക്ഷ തന്നുകൊണ്ട് തന്നെ പരീക്ഷിക്കാൻ പറയുകയാണ്. ഏത് ശിക്ഷയും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ മഹർഷിയുടെ പുത്രൻ അവിടെ എത്തിച്ചേർന്ന് പറയുന്നത്, രാജൻ അങ്ങേ ശപിച്ചിട്ടുണ്ട്, 7ാമത്തെ ദിവസം തക്ഷകൻ വന്ന് കടിച്ചു മരിക്കുന്നുള്ളത്. ഇത് കേട്ടപ്പോൾ പരീക്ഷിത്ത് രാജാവ് പറയാണ്, അഹോ ഭാഗ്യം ഭാഗ്യം, വലിയ ശിക്ഷയൊന്നും ആയില്ലല്ലോ എന്ന്, അത്ര കടുത്ത ശിക്ഷയൊന്നല്ലല്ലോ എന്ന്. അദ്ദേഹത്തിന് അത് വലിയ ശിക്ഷയെ തോന്നിയില്ല. അതാണ്. അങ്ങനെ ഈ 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്ത് രാജാവ് മഹാത്മാക്കളെ വിളിച്ചു വരുത്തി. അവരോട് ചോദിക്കുകയാണ്, ഇതിനെന്താ ഉപായം, ഇതിനൊന്ന് മറികടക്കാൻ? അവർ പറഞ്ഞു, രാജൻ, സന്യാസിവര്യന്മാർ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതെന്താണ്? മരണം അടുത്തെത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ ഒന്നുകിൽ കാശിയിലേക്ക് പോവും, അല്ലെങ്കിൽ ഹരിദ്വാറിൽ പോവും. എന്നിട്ട് ഹരിദ്വാറിൽ ചെന്നിട്ട് വല്ല പർണശാലകളും കെട്ടി അവിടെ കൊട്ടിയിരിക്കും. എന്നിട്ട് ഒന്നുകിൽ മഹാമന്ത്രമായ ഹരേ രാമ 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 ചൊല്ലിക്കൊണ്ട്, ഏതെങ്കിലും മന്ത്രദീക്ഷ എടുത്തവരാണെങ്കിൽ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവിടെയും കൊട്ടിരിക്കും. ഏറെക്കുറെ അവർ ചൊല്ലി ഉറക്കൂല്ല, ഊണുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കും. 7ാമത്തെ ദിവസം അവരെന്ത് ചെയ്യും? നേരെ ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ശരീരം ഗംഗയിലേക്ക് സമർപ്പിച്ച് അവർ ശരീരം ഉപേക്ഷിക്കും. ഈ കാര്യത്തെയാണ് പ്രായോപവേശം എന്ന് പറയാം. 7 ദിവസം വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് ഗംഗയിൽ ഇറങ്ങിച്ചെന്ന് സമാധി കൈക്കൊള്ളുക. ഇന്നും നിങ്ങൾ ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാം, സമാധി സ്ഥൽ എന്ന് പറയുന്ന സ്ഥലം. ഈ സമാധി സ്ഥൽ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ആചാര്യന്മാര് അങ്ങനെയായിരുന്നു ശരീരം ഉപേക്ഷിച്ചിരുന്നത്.
അതുകൊണ്ട് രാജൻ, അങ്ങയ്ക്കും അത് തന്നെയാണ് പറ്റിയ മാർഗമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത് കേട്ടതും പരീക്ഷിത്ത് രാജാവ് ആ പ്രതിവിധിയെ സ്വീകരിച്ചുകൊണ്ട് തന്റെ പുത്രനായ ജനമേജയനെ ചക്രവർത്തിയെ അവരോധിച്ച് അവിടെ നിന്നും എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചുവെച്ച് മരവരി ഉടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാണ് ഹരിദ്വാറിലേക്ക്. അത്രി മഹർഷി, വസിഷ്ഠ മഹർഷി, ചവനൻ, കാവലൻ തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ പ്രസിദ്ധന്മാരായ ഋഷീശ്വരന്മാരൊക്കെ ഹരിദ്വാറിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും പർണശാല തയ്യാറാക്കി രാജാവാണല്ലോ, ചക്രവർത്തിയാണല്ലോ. അദ്ദേഹം വടക്കോട്ട് മുഖം നോക്കിക്കൊണ്ട് ആ പർണശാലയുടെ ഉള്ളിലിരുന്നു. മഹാത്മാക്കളൊക്കെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അവർ നാമം ചൊല്ലാൻ പറയുന്നു. രാജൻ ചൊല്ലിക്കോളൂ, ഉച്ചത്തിൽ ചൊല്ലിക്കോളൂ എന്ന്. ആ സമയത്ത് പരീക്ഷിത്ത രാജാവ് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നാമൊക്കെ ചൊല്ലുണ്ടെങ്കിലും ഉള്ളിലിങ്ങനെ തക്ഷകനാണ് കയറി വരുന്നത് എന്ന്. അതിപ്പോ എന്തായാലും നമ്മുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ. ഇപ്പൊ സന്ധ്യാസമയത്ത് നിങ്ങൾ പുറത്തെവിടെയോ പോയിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്നു വിചാരിക്കുക. ആ സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോയി, എവിടെയും ലൈറ്റില്ല, നിങ്ങളിൽ ടോർച്ചും ഇല്ല. നിങ്ങൾ അറിയാതെ നാമം വരും, ചിലരുടെയൊക്കെ മനസ്സിലെ ഗുരുവായൂരപ്പ എന്നൊക്കെയുള്ള വിളി വരും. അങ്ങനെ ആ സമയത്ത് ഗുരുവായൂരപ്പ എന്നൊക്കെ വിളി വരുമ്പോഴും ദൂരെ നിന്നൊരു വെളുത്ത വസ്ത്രം എടുത്തിട്ട് ഒരാളിങ്ങനെ വരുന്നത് നിഴലിൽ നമ്മൾ കാണുന്നതായിരിക്കുക. അപ്പൊ ഗുരുവായൂരപ്പ ഹരേ രാമ ഹരേ, പ്രേതാണോ ഗുരുവായൂരപ്പ? ഹരേ രാമ പ്രേതാണോ ഗുരുവായൂരപ്പ? ആ പ്രേതത്തിന്റെ ചിന്തയായിരിക്കും ഗുരുവായൂരപ്പനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ടാവുക. കാരണം നമ്മുടെ മനസ്സിലൊരു ഓർമ്മയുണ്ട്, ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ വെളുത്ത വേഷത്തിലേ വരുള്ളൂ എന്നുള്ളത്. ഇതുപോലെ പരീക്ഷിത്ത രാജാവ് ഹരേ രാമ എന്നൊക്കെ ചൊല്ലുമ്പോഴും മനസ്സിലേക്ക് തക്ഷകൻ ഇങ്ങനെ കടന്നു വരികയാണ്. അതേ അവരോട് ചോദിച്ചു, എങ്ങനെയാ തക്ഷകൻ പോവാ മനസ്സെന്ന്. അവരോട് മുറുക്കി ചൊല്ലിക്കൊള്ളുന്നാമെന്ന്. കണ്ണു മുറുക്കി ചൊല്ലിയ തക്ഷകൻ വരാതിരിക്കുമോ? അവർക്ക് വേണ്ട ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അതാ പരീക്ഷിത്ത് രാജാവ് വളരെ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്, ധന്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാൻ, ആ പരീക്ഷത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ ഈ ഭാഗവതം തന്റെ പിതാവിൽ നിന്നും കേട്ട 16 വയസ്സുള്ള ശ്രീശുക ബ്രഹ്മശ്രീ ആ ഹരിദ്വാറിലേക്ക് എത്തിച്ചേരുകയാണ്. തേജോമയമായ ആ രൂപം അവിടെ എത്തിച്ചേർന്നപ്പോൾ എല്ലാ മഹാത്മാക്കളും എണീറ്റു നിന്നു, നമസ്കരിച്ചു അദ്ദേഹത്തെ എന്നാണ്. പരീക്ഷിത്ത രാജാവും ചെന്ന് നമസ്കരിച്ച് ഒരു ഉയർന്ന പീഠമൊക്കെ കൊടുത്തു എന്നാണ്. അവധൂത വേഷധാരിയായിട്ട് സ്ത്രീകളാലും കുട്ടികളാലും പരിവൃതനായിട്ട് ആ രൂപം വന്ന് അവിടെ ഇരുന്നപ്പോ പരീക്ഷിത്ത് രാജാവ് കാൽക്കൽ വീണുകൊണ്ട് ആ മഹാത്മാവിനോട് പറയുകയാണ്, ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അങ്ങയെപ്പോലുള്ളൊരു മഹാത്മാവിനെ ഈ ശാപം കിട്ടിയിരിക്കുന്ന ഇവനെ കാണാൻ സാധിച്ചുവല്ലോ. പൊതുവെ ശാപം കിട്ടിയിരിക്കുന്നിടത്തേക്ക് ആരും പോവാറില്ല. ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചുവല്ലോ, പരമഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്റെ മനസ്സിനൊരു മതിക്കുന്ന ചോദ്യം, വല്ലാതെ വേദനിപ്പിക്കുന്ന ചോദ്യമുണ്ട്. അതെന്താണ്? ആ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഭാഗവതത്തിലെ 19-ാം അധ്യായത്തിൽ, 1-ാം സ്കന്ധത്തിൽ 19-ാം അധ്യായത്തിൽ 37 തുടങ്ങിയ ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അത് പൃച്ഛാമി സംസിദ്ധ്യം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവദാ മ്രിയം. എപ്പോഴും മരണം അഭിമുഖീകരിക്കുന്ന ഞാൻ ആ മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞു തന്നാലും, തക്ഷക ചിന്തയെ എങ്ങനെ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും അതെനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുകയാണ്. അഭിമുഖീകരിക്കാൻ സാധിക്കും, അത് പറഞ്ഞു തന്നാലും ഞാൻ എന്ത് കീർത്തിക്കണം, ഞാൻ എന്ത് ജപിക്കണം, ഞാൻ എന്ത് സ്മരിക്കണം എന്നെല്ലാം ഒന്ന് വിശദമാക്കി പറഞ്ഞു തരൂ ഏ മഹാത്മാവേ എന്ന് പറഞ്ഞ് പാദത്തിൽ വീണപ്പോ വളരെ സന്തോഷമായി ശ്രീശുക ബ്രഹ്മർഷിക്ക് ഭാഗവതം പറയുന്നു, കേവലം ഒരു പശുവിനെ കറക്കുന്ന നിമിഷം വരെ മാത്രമേ ഈ ശ്രീശുക ബ്രഹ്മർഷി ഒരിടത്തിരിക്കുള്ളൂ എന്നാണ്. അതായത് ഒരു 3-4 മിനിറ്റ്, അതിലപ്പുറം ഒരു സ്ഥലത്ത് അതിരിക്കില്ല. എന്നാൽ പരീക്ഷിത്ത് രാജാവിനെ ധന്യമാക്കാൻ വേണ്ടിയിട്ട്, ജീവിതം ധന്യമാക്കാൻ അദ്ദേഹം അവിടെ 7 ദിവസം അങ്ങോട്ടിരിക്കുകയാണ്. പരീക്ഷത്തിനോട് പറയാണ്, അങ്ങ് വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരുവിധം ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവരതൊന്നും തുറന്നു പറയാറില്ല. ഒക്കെ മനസ്സിലിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കും. എന്നിട്ടിങ്ങനെ മനസ്സിലിങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ട്, ഓരോ വിഷമുണ്ടാക്കിയിട്ട്, പിന്നെ ഉറക്കമില്ല, പിന്നെ കിടത്തല്ല, കിടന്ന ഉറക്കം വരില്ല, എണീറ്റ ഉറക്കം വരും. ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. എന്താ നിങ്ങളുടെ ഉള്ളിലൊരു വിഷമം? ഒന്നുമില്ല, ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പറയണ്ട, ഏറ്റിക്കൊണ്ട് നടന്നോളൂ. എങ്ങനെ വിഷമങ്ങളൊക്കെ ഏറ്റിക്കൊണ്ട് നടന്ന് ആരോടും പറയാൻ പറ്റാതെ അങ്ങനെ ജീവിതത്തിൽ നരകം അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആളുകളും.
പരീക്ഷത്തെ അങ്ങ് സത്യം തുറന്നു പറഞ്ഞു. മനസ്സിൽ ഭയമുണ്ടെന്നും അങ്ങയ്ക്ക് അതിനെ മറികടക്കണമെന്നും അങ്ങ് പറയണ്ടായി. തീർച്ചയായിട്ടും അങ്ങ് ഭാഗ്യവാനാണ്. കൂടുതൽ ആളുകളും അതൊന്നും ചിന്തിക്കാത്തതിന് കാരണം ആയുസിന്റെ നല്ലൊരു അംശം അവർ ഉറങ്ങിത്തീർക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, എത്ര വയസ്സുണ്ട് നമുക്ക്, ആയുസ്സുണ്ട് നമുക്ക് എന്ന്. ഒരു ജീവിതത്തിൽ ഒരു 10-25 വയസ്സ് വരെ പഠിത്തവും കല്യാണമൊക്കെ ഇതങ്ങോട്ട് പോയി. ആ ഓട്ടവും ചാട്ടവും പാചലിലൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറയാണ്. കഴിഞ്ഞൊരു 20-25 വയസ്സ് മുതൽ ജീവിതം തുടങ്ങും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ഈ വീടൊക്കെ വെച്ച് അങ്ങനെ ഒരു സുഖമായിട്ടുള്ള ജീവിതമൊക്കെ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും പ്രസവിക്കാൻ തുടങ്ങും, മക്കൾ വരാൻ തുടങ്ങും. പിന്നെ അവരെ LKG UKG വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ അവരെക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കാല മക്കൾ അത്ര പഠിച്ചില്ലെങ്കിലും അച്ഛനും അമ്മയും പഠിച്ചേ പറ്റുള്ളൂ. ഇന്ന് മിക്കവാറും LKG പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അമ്മ പഠിക്കണം. ടിങ്കിൾ ടിങ്കിൾ പറയട മോനെ, അങ്ങനെ ഒരു 100 വട്ടം അമ്മ പറയും. അപ്പൊ അവൻ പറയും അമ്മ റിപ്പീറ്റ് ചെയ്താൽ മതി, ഞാൻ കേട്ടോളാന്ന്. എന്നിട്ട് ഈ അമ്മ 100 വട്ടം റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ഇതൊക്കെ പഠിച്ചു കിട്ടുന്നല്ലാതെ ഈ കുട്ടി ഉണ്ടല്ലോ തടയി കേട്ടണോ ഇല്ല. ഇങ്ങനെയൊക്കെ ആ അമ്മ അച്ഛനും കഷ്ടപ്പെട്ടൊക്കെ മക്കളെ വളർത്തി അവരെയൊക്കെ ഒരു വഴിക്കാക്കുമ്പോഴേക്കും ഒരു 50 വയസ്സ് കണക്കായി. പിന്നെ അപ്പോഴേക്കും 50 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ റെഡി ആയിക്കൊള്ളുക എന്നുള്ളതാണല്ലോ. പിന്നെ 51, 52, 53, 54, 55 എങ്ങനെയെങ്കിലൊക്കെ കടന്നുപോയി. 55 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തു. പിന്നെ വീട്ടിലൊരിരിപ്പ്. അപ്പോഴേക്കും മക്കളൊക്കെ വളർന്ന് അവരൊക്കെ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ഒരു വഴിക്ക് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക വല്ലതും കിട്ടുമെന്ന് ചോദിക്കാനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും വീട്ടിൽ ഏകരായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത കുട്ടി ഇപ്പം എന്നാ വരിക, മൂത്ത കുട്ടി എന്നാ വരിക, അതിനുള്ള ഉണ്ണിയുടെ പിറന്നാൾ എന്താണ്, പൂന്താനം പറഞ്ഞ പോലെ അതിൽ ഉണ്ണിയുണ്ടായി ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിച്ച് അതൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ സമയം പോവാന്നല്ലാതെ ജീവിതത്തിൽ പിന്നെ ഇപ്പോൾ ഒരു സൗകര്യമുണ്ട്. TV ഒക്കെ വന്നതിന് ശേഷം ചാനലുകൾ മാറി മാറി നോക്കാം. അങ്ങനെയൊക്കെ ഒരു സൗകര്യമുണ്ട് ഇപ്പം നമുക്ക്. എന്ന് മാത്രമല്ല വേറൊരു സൗകര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ കമ്പ്യൂട്ടർ വഴി ദൂരെയുള്ള മക്കളെ കയറ്റി ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് കഫേയായിട്ടും അതുപോലെ ബ്രൗസിങ് അതൊക്കെ ചെയ്ത് അവരായിട്ട് ചാറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളിലൂടെ ഇപ്പൊ മക്കളോടൊക്കെ എന്നും വർത്തമാനം പറയുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. എങ്ങനെയാണ് വർത്തമാനം പറയുന്നത്? ഇന്റർനെറ്റ് കൂടെ. അവനാഴ്ച തീരെ സമയമില്ല ഇതിനൊന്നും. പിന്നെ നെറ്റ് വഴിയുള്ള ബന്ധം എന്നൊക്കെ പറയാം. നേരിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ വൈഷമ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിവർത്തിക്കുക? ആർക്കും ആ ചിന്തനമില്ല. എന്നാൽ പരീക്ഷത്തെ അങ്ങ് ചിന്തിച്ചിരിക്കണം. അതിനുള്ള മാർഗം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവന്ധ്വാപരാധോ പിതൃദ്വൈവായനാദഹം. ഞാൻ ഈ ഭാഗവതത്തെ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. എന്റെ പിതാവിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ള ഭാഗവതം എനിക്ക് തോന്നുന്നു അങ്ങയുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണെന്ന്. അങ്ങനെ ഞാൻ ഭാഗവതം അങ്ങയ്ക്ക് വിസ്തരിച്ച് 7 ദിവസം കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, 7 ദിവസം കൊണ്ടൊക്കെ കേട്ടാൽ എന്റെ ഉള്ളിലത്തെ ഭയം പോവുമെന്നു. ഉടനെ പറഞ്ഞു, അങ്ങയുടെ പൂർവികനായ ഒരു രാജാവായിരുന്നു ഖഡ്വാങ്കൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ജീവിതത്തിന്റെ 2 നിമിഷങ്ങളെ കൊണ്ടത്. പിന്നീട് 7 ദിവസത്തെ പ്രശ്നം അങ്ങയ്ക്ക് എന്ന് പറഞ്ഞപ്പോ അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, 7 ദിവസം എങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ പറയുകയാണ്, ജിതാസനോജിതശ്വാസോ ജിതസംഗോജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്താരേദ്യ വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടസ്യ സവീയസാം എത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവത്സൽ. 4 കാര്യങ്ങൾ ചെയ്താൽ അങ്ങക്ക് ഈ ഭാഗവതം തലയിലേക്ക് കയറും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ജിതാസനനായിട്ടിരിക്കുക. 7 ദിവസം ഇത് കേൾക്കും എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യുക. അതൊരു കഴിവൊക്കെ വേണേ, 7 ദിവസം ഞാനത് കേൾക്കും എന്നുള്ളത്. അപ്പോ 7 ദിവസം ഞാൻ കേട്ടേ അടങ്ങുള്ളൂ എന്നങ്ങോട്ട് മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തലയിലേക്ക് കയറും. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒഴിവ് നോക്കിയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒഴിവ് നോക്കി കയറുമ്പോൾ ഒഴിവിനും കഴിവിനനുസരിച്ച് ഉള്ളിലേക്ക് സംഗതി കയറുള്ളൂ. അത്രയ്ക്ക് അതിന്റെ തീവ്രത ഉണ്ടാവുള്ളൂ പറയാണ്. നമ്മളത് നിശ്ചയിച്ചങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാലല്ലോ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കും. നമ്മൾ അനുവദിക്കണം. അനുവദിക്കാത്തൊരു സംഗതി നമ്മുടെ ഉള്ളിൽ കയറില്ല.
ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഇപ്പൊ ഒരാഴ്ചക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഭാഗവതം പോയി കേൾക്കുക, പോട്ടെ എന്നാലും കുറച്ചു നേരമൊക്കെ പോയി കേൾക്കാം, ഒരു അരമണിക്കൂറൊക്കെ പോയി കേൾക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വേണ്ട രീതിയിൽ കയറില്ല, കുറച്ചെന്തെങ്കിലും കയറിയാലായി. അപ്പൊ അങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്യണം, ജിതാസനായിരിക്കണം എന്ന് പറയണം. രണ്ടാമത്തത് ജിതശ്വാസവും, ശ്വാസത്തെ ജയിക്കണം. ശ്വാസത്തെ ജയിക്കുക ശ്വാസം ഇല്ലാതിരിക്കുക എന്നാണ് അർത്ഥം. എന്നാ പിന്നെ ആരും ഇവിടെ ഇരിക്കില്ലല്ലോ. ജിതശ്വാസം എന്ന് പറഞ്ഞാൽ പരിഭ്രമങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്ന് പറയാണ്. ഈ ശ്വാസം പരിഭ്രമം വരുമ്പോൾ ശ്വാസത്തിന്റെ വേഗതയൊക്കെ കൂടും. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഇരിക്കുമ്പം ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുക. അത് കഴിഞ്ഞ് ആ സമയത്ത് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കരുത്. അയ്യോ ഇപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഞാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അദ്ദേഹം എടുത്ത് കഴിക്കൂ, അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാടുത്ത് കഴിക്കുക, പഴയതെടുത്ത് കഴിക്കൂ, പുതിയതെടുത്ത് കഴിക്കൂ, വീട്ടിൽ പഴയത് പലത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ചിന്തകളൊക്കെ മനസ്സിൽ വന്ന ഇവിടെ ഇരുന്ന് ഇവിടെ എന്താ കേൾക്കുകയാണ് നമ്മൾ ഭാഗവതം, പക്ഷെ മനസ്സ് ഇവിടെ ഇരിക്കുന്നത് മിനിയാനത്തെ ഇന്നലത്തെ ഇഡ്ഡലിയിലായിരിക്കും, അതെടുത്ത് വെച്ചതും പിന്നെ ഇന്നലത്തെ മിനിയാത്തൊക്കെ സാമ്പാറുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഈ ചിന്തകളൊക്കെ മനസ്സിലിരിക്കും. ആ ജോലിക്കാരി വന്നിട്ടുണ്ടാവോ, ആ കുട്ടി വാതിൽ തുറന്നു പോയിട്ടുണ്ടാവോ, ആ ജനവാതിൽ തുറന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എറണാകുളത്ത് കള്ളന്മാരുടെ ശല്യമാണ്, ഇനിയിപ്പോ വാതിൽ എവിടെ താക്കോൽ വെച്ചിട്ടുണ്ടാവോ, അടുത്ത വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവോ. ഇവിടെ എന്താണ് ചതുശ്ലോകി ഭാഗവതം പറയുകയോ, അവിടെ താക്കോലും വീട് തിരിക്കുകയാണ്, മനസ്സ് അവിടെ ഇരിക്കുന്നവരെയാണ്. ആ മനസ്സിന്റെ സ്വഭാവമാണത്. ഒരിക്കൽ ഇങ്ങനെ ഈ സ്ഥലത്ത് ഭാഗവത സപ്താഹം ഇങ്ങനെ നടക്കുകയാണ്. ഭാഗവത സപ്താഹമൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ എണീറ്റ് വളരെ ഭക്തിയാദരവോടുകൂടിയിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് അവര് യജ്ഞപ്രസാദമൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ ഒരമ്മ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. കണ്ണിലൊക്കെ നിറയെ വെള്ളം വന്ന് പാവം എണീക്കാൻ തന്നെ വയ്യ. അപ്പൊ ഈ സപ്താഹം നടത്തിയ ആചാര്യം വിചാരിച്ചു, പാവം ആ കൃഷ്ണഭക്തിയിൽ ഭഗവാന്റെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ വിട്ടുപോയതും അതൊക്കെ പറഞ്ഞുകൊണ്ട് ദുഃഖം കൊണ്ട് അവരിങ്ങനെ കരയുകയാണെന്ന്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ കണ്ണുനീര് വാർത്തുകൊണ്ട് ഭാഗവതത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആചാര്യൻ ചോദിച്ചു, അമ്മേ എന്തായാലും ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ലോകത്ത് നടക്കാനുള്ളതൊക്കെ നടക്കില്ലേ, അതുകൊണ്ട് എന്താ അമ്മ ഭക്തിയിലാണ് കരയുന്നതെങ്കിൽ വീട്ടിൽ ചെന്ന് കരഞ്ഞാൽ പോരെ, ഇപ്പൊ എല്ലാവരും എണീറ്റ് പോയില്ലേ, അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമുണ്ടോന്ന്, എന്താ കരയാൻ കാരണമെന്ന്. അപ്പൊ അവര് പറയാണ്, ഞാൻ ഭക്തിയുണ്ടെന്നല്ല കരയുന്നതെന്ന്, പിന്നെന്താ കരയണതെന്ന്, എനിക്കുണ്ടല്ലോ ഭാഗവതം പൊതിഞ്ഞ പട്ടിങ്ങിട്ട് അഴിക്കുമ്പോ അന്ന് എന്റെ ഭർത്താവ് മരിക്കുമ്പം ആ വസ്ത്രം ഇട്ടത് ഇങ്ങനെ അഴിക്കുന്നത് പോലെ തോന്നുന്നു. ഭർത്താവ് മരിച്ചിട്ട് എത്ര പോലെ 40 വർഷമായിട്ടുള്ളൂ എന്ന് നോക്കണേ. 40 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചിട്ട് ആ ബോഡി പൊതിഞ്ഞ ആ തുണി എടുത്തു മാറ്റുന്നതാണ് ഇവർക്ക് ഈ ഭാഗവതം പൊതിഞ്ഞിരിക്കുന്ന പട്ടെടുത്ത് അഴിച്ചു മാറ്റുമ്പോൾ തോന്നുന്നത് പറഞ്ഞാൽ ഇതിനെന്താ പറയാ, തോന്നിവാസം അല്ലാതെ ആ 40 വർഷത്തെ ചിന്തയിലാണ് ഇപ്പോഴും അവരിയ്ക്കുന്നത്. ഇതാണ് മനുഷ്യ മനസ്സിന്റെ അവസ്ഥ പ്രിയാണ്. അതുകൊണ്ട് ജിതശ്വാസവും എന്ത് നടന്നാലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അങ്ങോട്ട് പോകരുതെന്നാണ്. ഒരാഴ്ച എന്താ സംഭവിക്കുക നോക്കാലോ. അങ്ങനെയൊക്കെ നമ്മളിടയ്ക്ക് ബദ്രീനാഥിലൊക്കെ പോകുമ്പം നമ്മുടെ കൂടെ വരുന്ന ആളുകളോട് പറയാറുണ്ട്, ഒരാഴ്ച നിങ്ങൾ ആർക്കും ഫോണൊന്നും ചെയ്യണ്ട, ഒക്കെ വിട്ടേക്കും നിങ്ങൾ. അയ്യോ സ്വാമി, ഭാര്യ മക്കള്, നിങ്ങളുടെ ഭാര്യ ആരുടെ കൂടെയും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തില്ലേ വീട്ടിൽ, അവരുണ്ടായിരിക്കുന്നു. അല്ല സ്വാമി അന്നും പറഞ്ഞിട്ട് പറ്റില്ല എന്ന്. ഒരാഴ്ച നിങ്ങൾ ഫോൺ ചെയ്യാതിരുന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ മനസ്സിലാവുക, നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയും മക്കളും ജീവിക്കുന്നുള്ള പരമാർത്ഥം. ആരും ഇന്നേ വരെ ഒരാൾ പോയതുകൊണ്ട് കൂടെ പോവാൻ തയ്യാറായിട്ടില്ല. പണ്ട് ഹിന്ദുമതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, കൂടെ പോവാൻ തയ്യാറായില്ല പക്ഷെ പിടിച്ച് അതിലേക്ക് ഇടായിരുന്നു. അതിനെയാണ് സതി എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇന്നിപ്പോ അങ്ങനെ സതി ഉണ്ടെങ്കിൽ നല്ല കേമായി. ഭർത്താവ് മരിച്ച ഉടനെ തന്നെ ഭാര്യയെ പിടിച്ചിട്ട് തീയിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ആ തീയിലേക്ക് ഇടുന്നവനെ ആദ്യം കഴുത്ത് പിടിക്കുക ആൾക്കാർ. അപ്പൊ അന്ന് അങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്നു ഈ ഭാരതത്തിൽ. ഇന്നിപ്പോ അങ്ങനെ സംസ്കാരത്തിന് ഇല്ല. അതുകൊണ്ട് ആരും പോകാൻ തയ്യാറുമില്ല. അപ്പൊ ഒരാഴ്ച നിങ്ങൾ ഫോൺ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഭാര്യയും മക്കളും ഒന്നും സംഭവിക്കില്ല, അവരതുപോലെ തന്നെ ഇരിക്കും. പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ തോന്നണ്ട, എത്തിരിയൊക്കെ ബുദ്ധി വേണ്ടേ, മനസ്സിലങ്ങോട്ട് തോന്നില്ല. മനസ്സിന്റെ ആ ഒരു ഇമോഷനൊക്കെ നമ്മളെ വീണ്ടും അതിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു പറയാൻ. ഏതായാലും പരീക്ഷത്തെ അങ്ങ് ഭാഗ്യവാനാണ്. അങ്ങക്കിപ്പോ ആ പരിഭ്രമമൊന്നും എന്ന് വിചാരിക്കട്ടെ. ഇനിയിപ്പോ ജനമേജയൻ എങ്ങനെ ഭരിക്കും, അയാളെ കല്യാണം, അയാളുടെ കുട്ടികൾ, ആ ചിന്തകളൊന്നും വേണ്ട. ഇവിടെ ഇങ്ങോട്ട് മനസ്സ് വയ്ക്കുക ഒരാഴ്ച. അത് കഴിഞ്ഞിട്ടോ ജിതസംഘം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സംഘം.
നല്ല സംഘത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? നല്ലതൊക്കെ കേൾക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക, മനസ്സിനെ പരിശീലിപ്പിക്കുക. ഇത്രയും കാലം മനസ്സ് ഏതുമായിട്ടാണോ സംഘം ചെയ്തത്, ഏത് ചിന്താഗതികളുമായിട്ടാണോ മനസ്സിന്റെ സംഘം, ആ സംഘത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിക്കൊണ്ട് നല്ലതിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് അതുമായിട്ട് സംഘം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ജിതസംഗോ ജിതേന്ദ്രിയ, ജിതേന്ദ്രിയനായിരിക്കുക. ജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തതൊന്നും സന്താഹത്തിന് വരുമ്പോൾ വർത്തമാനം പറയാൻ സമ്മതിക്കരുത് മനസ്സിനെ. ഇവിടെ വരുമ്പോഴും നമ്മൾ ചോദിക്കുകയാണ്, ഓ ഈ സാരി നന്നായിട്ടുണ്ടല്ലോ, ഇത് എവിടുന്നാ വാങ്ങിച്ചത്, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മാല നന്നായിട്ടുണ്ട്, ഈ വള നന്നായിട്ടുണ്ട്, ഇതിന്റെ ഫാഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടും വളയെക്കുറിച്ചും മാലയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കാര്യം വെറുതെയാണെന്ന് പറയാണ്. ആ മനസ്സ് അത്രയും അതിലേക്ക് വീണ്ടും പോകുമെന്ന് പറയാണ്. അതുകൊണ്ട് ജിതേന്ദ്രിയ, നാവിനെ നല്ലവണ്ണം നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് കഴിയണം പറയാൻ സമ്മതിക്കരുത് മനസ്സിനെ. ഒരാഴ്ച ഒരു സാധനയായിട്ട് ഇതെടുക്കുക എന്ന് പറയാ. ഈ രണ്ടാമത് ഭക്ഷണം കഴിക്കുമ്പോഴും ജിതേന്ദ്രിയനായിട്ടിരിക്കുക. ദിവസവും അച്ചാറും തൈരും കൂട്ടി കഴിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകൾ. അപ്പം സപ്താഹത്തിന് അച്ചാറും തൈരൊന്നും കിട്ടിക്കോളുന്നില്ല. മനസ്സിനോട് പറയാ, എന്താ കിട്ടിയേച്ചാൽ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ നിശ്ചയിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ക്ഷോഭങ്ങളൊക്കെ കെട്ടടങ്ങുന്ന പറയാണ്. എങ്ങനെയൊക്കെ അഭ്യസിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാജൻ ഈ പറയുന്നതൊക്കെ എളുപ്പം അങ്ങേക്ക് തലയിൽ കയറും. പിന്നെ പറയുന്നു, അങ്ങ് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സന്താരയേത്, മനസ്സുകൊണ്ട് ധാരണ ചെയ്യൂ, ഭഗവാനെ അങ്ങ് ഭാവന ചെയ്യൂ പറയണം. പിന്നെ ഭഗവാന്റെ സ്ഥൂല രൂപത്തെ വർണ്ണിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ. പാതാളമേതസ്യ പാദമൂലം പടന്തി വാർഷ്ണി പ്രഭദേരസാതലം മഹാതലം വിശ്വസൃജോദഗുൽഫോ തലാതലം വൈ പുരുഷസ്യ ജംഗേ. ഭഗവാന്റെ പാദങ്ങൾ പാതാളമാണ്. അവിടെ നിന്നും ഓരോ അംഗങ്ങളായി പറഞ്ഞ് ഈ വിശ്വരൂപം മുഴുവൻ ഭഗവാനാൽ വ്യാപിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഒരു വിശ്വരൂപത്തിൽ ഒതുങ്ങി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ രൂപത്തെ വിസ്തരിക്കണം. ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം പാതാളം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളോട് പറയുകയാണെങ്കിൽ ശംഖചക്ര ഗദാധാരിയിരിക്കുന്ന വനമാലയും പീതാംബരവും ധരിച്ചിരിക്കുന്ന രൂപം എന്നൊക്കെ പറയണം. ഏതായാലും അങ്ങനെ ഒരു രൂപത്തെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് അങ്ങ് മറ്റൊന്നും ചിന്തിക്കാൻ സമ്മതിക്കാതെ ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധാപൂർവം കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ആ രാജാവിനോട് ഭഗവാനെ രൂപത്തോടുകൂടി ധ്യാനിക്കാൻ പറഞ്ഞപ്പോ എത്ര കാലം ഇങ്ങനെ ധ്യാനിക്കണമെന്ന് പറയുകയാണ്, ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു. എപ്പോ അങ്ങയുടെ മനസ്സ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തെ മനസ്സിലാക്കി ദൃഢമാക്കി ഉറപ്പിക്കാൻ സാധിക്കുന്നു, അത്രയും കാലം മനസ്സുകൊണ്ട് ഭഗവാന്റെ സ്ഥൂല രൂപത്തെ ധ്യാനിക്കണം. അവൻ മനസ്സ് സ്ഥൂലത്തെ വിട്ട് സൂക്ഷ്മത്തിലേക്ക് കടക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഈ ശരീരം നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മനസ്സുകൊണ്ടാണെന്നും എപ്പോ മനസ്സ് പ്രവർത്തനം നിന്നുവോ പിന്നെ ഈ ശരീരത്തിലൂടെ നമുക്ക് ഒരു അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യമല്ലെന്നും എല്ലാം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നതൊക്കെ ഉള്ള സൂക്ഷ്മമായ അറിവ് നമ്മുടെ ഉള്ളിൽ ദൃഢമായി തീരുന്നത് വരെ ഭഗവാന്റെ രൂപത്തെ നിങ്ങൾ ധ്യാനം ചെയ്യൂ എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ പരീക്ഷത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചത്? നമ്മളൊക്കെ വന്നുകൊണ്ടല്ലേ കുഴപ്പമുണ്ടായത്? ആരും വന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഈ ലോകത്തിനുണ്ടാവില്ലായിരുന്നു. എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് പടച്ചുവിട്ടത് ഭഗവാന്? ഉടനെ തന്നെ പരീക്ഷിത്ത രാജാവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. പറഞ്ഞു, വാസ്തവത്തിൽ ഭഗവാനൊന്നും അല്ല ആരെയും സൃഷ്ടിച്ചത്. ഏതായാലും സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നാളെ രാവിലെ വിസ്തരിച്ച് കാണാം. പറ്റിയ സമയമുണ്ടെങ്കിൽ എന്ന് തന്നെ കാണാം. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് എന്ന് പറയാണ്. എല്ലാ മനസ്സുകളും കൂടി ചേർന്നിരിക്കുന്ന ശക്തിയാണ് ബ്രഹ്മാവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവെന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, എല്ലാ മനസ്സും ചേർന്നു കഴിഞ്ഞാൽ അതിനെ ബ്രഹ്മാവെന്ന് വിളിക്കും. സമഷ്ടി മനസ്സിന്റെ പ്രതിനിധിയാണ് ബ്രഹ്മാവ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ടെലിഫോൺ ഉണ്ട് ഇല്ലേ? ഈ ടെലിഫോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു എക്സ്ചേഞ്ചിലൂടെയാണ്. ഈ എക്സ്ചേഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു സാറ്റലൈറ്റിലൂടെയാണ്. ആകാശത്തിലുള്ള ഒരു സാറ്റലൈറ്റിലൂടെയാണ് ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സൂക്ഷ്മതയിലേക്ക് പോകും തോറും എല്ലാം ഒന്നായിത്തീരുന്നു. ഇതുപോലെ എല്ലാവരുടെയും മനസ്സ് ഒന്നായിത്തീർന്ന ആ ഒരു തലത്തിനെയാണ് എന്ന് പറയുക ബ്രഹ്മാവെന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് നാരദ മഹർഷി.
അപ്പൊ ഒരിക്കലും നാരദ മഹർഷി ധ്യാനനിരതരായിരിക്കുന്ന പിതാവിനോട് ചോദിക്കുകയാണ്, പിതാവേ, അങ്ങല്ലേ ലോകം സൃഷ്ടിക്കുന്നത്? അതേ പുത്ര, പിന്നെ അങ്ങ് ആരെയാണ് കണ്ണടച്ച് ധ്യാനിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറയാണ്, എന്റെ കുട്ടി, ആദ്യം എനിക്കും തോന്നിയത് ഞാനാണ് ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുന്നത് എന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതെങ്കിലും ഞാൻ ഇരിക്കുന്ന താമര സൃഷ്ടിച്ചത് ഞാനല്ല എന്നുള്ളത്. അപ്പൊ എന്റെ കണ്ണ് താമരയിലേക്ക് പോയി എന്നാണ്. അപ്പൊ ചോദ്യം വന്നു, ആരാ ഈ കുന്ത സൃഷ്ടിച്ചത് എന്നുള്ളത്? അത് ഞാനല്ലല്ലോ സൃഷ്ടിച്ചത്, അത് അപ്പുറം തന്നെ സൃഷ്ടിച്ചതിന്റെ പിന്നിലൊരാളുണ്ടല്ലോ എന്ന്. ഞാനെന്ത് ചെയ്തു? താമരയുടെ ഉള്ളിലൂടെ അതിന്റെ രഹസ്യം കണ്ടെത്താൻ ഇറങ്ങിച്ചെന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു, 16:21 16:21 എന്ന്. ബ്രഹ്മാവ് നല്ലവണ്ണം മാത്സ് പഠിച്ചതുകൊണ്ട് അദ്ദേഹം ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി 16 എന്ന് പറഞ്ഞാൽ താ എന്നും 21 എന്ന് പറഞ്ഞാൽ പാ എന്ന ശബ്ദമാണ്. അപ്പൊ തപാ 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 എന്നാണ് അർത്ഥം എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇനി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ലേശം തപസ് വേണമെന്ന് മനസ്സിലായി. അപ്പൊ ഒന്നുകൂടി ഞാൻ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് മനസ്സ് സൂക്ഷ്മമായി ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോ എന്റെ നാരദ കാണുന്നത് എന്താണെന്നറിയോ? 1000 പണങ്ങളുള്ള ഒരു അനന്തമൂർത്തിയും അതിന്റെ മുകളിൽ അങ്ങനെ ശയിക്കുന്നു ആദിനാരായണ സ്വാമി. അദ്ദേഹത്തിന്റെ പൊക്കിളിൽ നിന്നൊരു താമരപ്പൂ പുറത്തു വരുന്നു. ആ താമരപ്പൂവിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ എന്റെ പിന്നിലും ഒരു ശക്തിയുണ്ടെന്ന ബോധ്യം എനിക്ക് വന്നു. നാരായണ ശക്തിയിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം വന്നതും ഞാൻ അവിടെ വെച്ച് ആ ആദിനാരായണന്റെ ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന ആദിനാരായണനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചു എന്നാണ്. ഭഗവാന്റെ ഓരോ അവതാരങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ച അവതാര രൂപങ്ങളെടുത്ത ഭഗവാനെ അവിടുന്ന് ഇന്നിതാ എനിക്ക് പ്രത്യക്ഷനായി തീർന്നിരിക്കുന്നു, ഈ ഉള്ളവൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവിന്റെ തപസ്സിലും ബ്രഹ്മാവിന്റെ ഭക്തിയിലും പ്രീതനായ ഭഗവാൻ അവിടെ വെച്ച് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ചതുശ്ലോകി ഭാഗവതം. ശ്രീമൽ ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. 2ാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങളുള്ള ചതുശ്ലോകി ഭാഗവതത്തിന്റെ വിത്ത് ഈ 4 ശ്ലോകമാണ്. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം വിപുലീകരിച്ചത് ഈ 4 ശ്ലോകത്തിൽ നിന്നാണ്. അത് പറഞ്ഞുകൊടുത്തതോ ആദിനാരായണ സ്വാമി തന്റെ പരമഭക്തനായിരിക്കുന്ന തപോനിഷ്ഠനായിരിക്കുന്ന ബ്രഹ്മാവിന് പറഞ്ഞുകൊടുത്തു എന്നാണ്. ബ്രഹ്മാവ് അതിനെ നാരദർക്ക് പറഞ്ഞു കൊടുക്കണു, നാരദർ അതിനെ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുന്നു, വ്യാസർ അതിനെ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തപ്പോ ശ്രീശുക ബ്രഹ്മർഷി അതിനെ പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സൂതൻ ശൗനകാദികളോട് റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും ആ ഭാഗങ്ങളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.